വോൾവോ എല്ലാ സർവീസ് കറക്റ്റ്. ഇവിടെ മീറ്റർ തിരിച്ച വണ്ടി നമ്മൾ കൊടുക്കൂല. അതൊക്കെ ഉറപ്പിക്കാം അല്ലേ? അത് ഉറപ്പിക്കലല്ല, 100% ഈ ഒരു കോംപ്രമൈസും ഇല്ല. ഇത് നമ്മളെ ഭക്ഷണമാണ്. ഈ വണ്ടി കച്ചവടം എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ജീവിതമാണ്. ഇതിലെനിക്ക് 100% ആത്മാർത്ഥമായി കച്ചവടം ചെയ്തില്ലെങ്കിൽ എന്തില്ല, കസ്റ്റമറെ ഞാൻ ആ പരിപാടി വണ്ടി കച്ചവടത്തിലില്ല. നിലനിൽക്കാൻ പറ്റൂല. 100% ഞാൻ ഇപ്പോഴും നിലനിൽക്കുന്നത് കുറച്ചെങ്കിലും സത്യം ഉണ്ട് എന്ന് തോന്നിയിട്ട് തന്നെയാണ് ഞാൻ ഈ ഫീൽഡിൽ നിൽക്കുന്നത്. വോൾവോ ശരിക്കും ഈ ഡ്രൈവിംഗ് ചെയ്യുന്നതിൽ SUV-ന്റെ കാര്യത്തിൽ എടുത്ത് നോക്കുക. ഇപ്പോൾ ഇവിടെ തന്നെ 2 ഇതുണ്ട്, ഇവോക്ക് ഉണ്ട്. ഏതാ കൂടുതലൊരു സുഖം തോന്നുന്നത് ഡ്രൈവിംഗ്? ഓരോന്നിനും ഓരോ പ്രശ്നമായിരിക്കും. വോൾവോ എന്ന് പറഞ്ഞാൽ പവർഫുൾ വണ്ടിയാണ്. പവറാണ്, നല്ല പവറാണ്. അത് നിങ്ങൾക്ക് ഉറപ്പ് വരുന്നുണ്ട്. എവിടെ കൊണ്ടുപോയിട്ട് വേണമെങ്കിൽ ആരെ കൊണ്ടുവന്ന് വേണമെങ്കിൽ ചെക്ക് ചെയ്യിക്കാം അല്ലേ? ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു, നമ്മൾ വണ്ടി എടുക്കുമ്പോൾ നമ്മള് തേർഡ് പാർട്ടിനെ കണ്ടിട്ട് എടുക്കുക. എങ്ങനെ അവർക്ക് എടുക്കുന്നതിന് മുമ്പ് അവർക്ക് ഇതൊക്കെ നോക്കിയിട്ട് എടുക്കുക. അപ്പൊ നമ്മൾ തേർഡ് പാർട്ടിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ഇൻസ്പെക്ഷനും നമ്മൾ അഡ്വാൻസ്ഡ് ആയിട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ സെപ്പറേറ്റ് അവർക്ക് എവിടെ വേണമെങ്കിൽ കൊണ്ടുപോകാം. 2012 ഡൽഹി കൊടുക്കണം 4-5 രൂപ. അങ്ങോട്ട് റീ ആക്കണേ എത്ര ആവും? അതെ, അത്രേ ഉള്ളൂ. റീ ആക്കണമെങ്കിൽ 2-2.5 ലക്ഷം പോയി വരുന്ന ചെലവോ എല്ലാം കൂടിയാവും. ഇപ്പൊ കേരള വണ്ടി പൈസ കൂടെ ഉണ്ട്. നല്ലൊരു വണ്ടി കേട്ടോ, വിശ്വസിച്ചെടുക്കാൻ പറ്റിയ നല്ലൊരു വണ്ടി. 100%. എല്ലാവർക്കും നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിതാ ALF കാസിലെ അൽതാഫ് ഖാന്റെ കൂടെയാണ്. അൽതാഫ് ഖാ, സ്വാഗതം. ALF കാസ്, നമസ്കാരം. ALF കാസിന്റെ പ്രത്യേകത അറിയാലോ, പ്രീമിയം യൂസ്ഡ് വെഹിക്കിൾസിന്റെ ഷോറൂമാണ് അല്ലേ? പ്രീമിയം എന്ന് പറഞ്ഞാല് നമ്മള് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന C-ക്ലാസ് തൊട്ട് പിന്നെ അങ്ങ് റോൾസ് റോയ്സ് വരെ പിടിയുണ്ടല്ലേ? പ്രീമിയത്തില് 4 ലക്ഷം മുതല് അങ്ങോട്ട് അൺലിമിറ്റഡാ. ഏത് വേണമെങ്കിലും നമ്മളെ സ്റ്റോക്ക് ഉള്ളതും പുറത്ത് നമ്മളെ വിൽക്കാൻ ഏൽപ്പിക്കുന്നതൊക്കെ ഉണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നല്ലോ, നമ്മളത് മാത്രമല്ല, നമ്മളെ വിശ്വസിച്ചിട്ട് നമ്മൾ ഒരുപാട് കസ്റ്റമർ നമ്മളെ വണ്ടി പാർക്കിംഗ് സെയിലും ഉണ്ട്. പിന്നെ അതല്ലാതെ നമ്മൾക്ക് അവര് ഏൽപ്പിക്കുന്ന മീൻസ് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് മനസ്സിലായി. അൽതാഫ് ഖാ ഷോറൂം ഇവിടെ ഉണ്ട്. അതേപോലെ തന്നെ ബേസ്ഡ് കംപ്ലീറ്റ് ബോംബെയിലായിരുന്നു. ഇപ്പോഴും ബോംബെയിലുണ്ടല്ലേ? കുഴപ്പമില്ല, കച്ചവടങ്ങളുണ്ട്. കൂടുതലും പർച്ചേസ് അവിടെ നിന്ന് തന്നെയാണ്, മുംബൈയിൽ നിന്നാണ്. അപ്പോൾ ഈ ഷോറൂം ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് മൂഴിക്കലാണ് അല്ലേ? മൂഴിക്കല് വയനാട് റോഡിന്റെ അടുത്ത് മൂഴിക്കലാണ് ലൊക്കേഷൻ. കോൺടാക്ട് നമ്പർ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. ഇങ്ങനത്തെ അടിപൊളി വാഹനങ്ങളുണ്ട്. വോൾവോ ഉണ്ട്, മിനി കൂപ്പർ ഉണ്ട്, റേഞ്ച് റോവറിന്റെ ഉണ്ട്, ഓഡി ഉണ്ട് അല്ലേ? ഓഡി ഉണ്ട്, വോൾവോ ഉണ്ട്, വോൾവോന്റെ XC60 ഒക്കെ കാണിക്കാനുണ്ട്. അപ്പൊ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടോ. കൂടുതൽ റീവണ്ടി കേരള വണ്ടി ചെയ്യുന്നില്ലേ? ഇപ്പൊ നമ്മൾ ALF-ൽ ഓൾമോസ്റ്റ് കേരള വണ്ടി പോകുന്നത്. ഓക്കെ, എന്നാൽ റീവണ്ടി വേണമെന്ന് വീട് എടുത്തു കൊടുക്കാം. നമുക്ക് പാൻ ഇന്ത്യ ഡീലാണ്. കസ്റ്റമറിന്റെ റിക്വയർമെന്റ് അനുസരിച്ചിട്ട് ചെയ്തു കൊടുക്കാം. മാക്സിമം നല്ല വണ്ടി കൊടുക്കുക. അതാണ് നമ്മളിപ്പോ തന്നെ കഴിഞ്ഞ വീഡിയോന്റെ റെസ്പോൺസ് എങ്ങനെ ഉണ്ടായിരുന്നു? കഴിഞ്ഞ വീഡിയോ ദൈവം സഹായിച്ചിട്ട് കുഴപ്പമില്ല, നല്ല റെസ്പോൺസ് ആയിരുന്നു. ഓക്കെ, പല രാജ്യത്തിന്റെ അല്ല, ലോകത്തിന്റെ പല ഭാഗത്തുനിന്ന് ആൾക്കാർ വിളിക്കുന്നുണ്ട്, കസ്റ്റമർ വിളിക്കുന്നുണ്ട്. ഇപ്പൊ അങ്ങനെ പറയില്ല, ഇപ്പൊ ഒരു അമേരിക്കന്ന് വരെ വിളിച്ചിട്ടുണ്ട്. കേൾക്കുന്നവർക്ക് ചിലപ്പോ തള്ളലായി തോന്നുന്നു. ഇവിടെ മാത്രമല്ല, അമേരിക്കനോട് ഡീല് ചെയ്തിട്ടും അല്ല, നമ്മുടെ പ്രേക്ഷകരുണ്ട്, ഒരുപാട് പേരുണ്ട്. ഞാൻ വീഡിയോയിൽ കമന്റ് ചെയ്യാൻ പറയാം. ഞാൻ അവാന മോട്ടോഴ്സ് ഫസ്റ്റ് ജിതിനായിട്ടായിരുന്നല്ലോ. അപ്പൊ ചെയ്തിട്ടുള്ളൂ അല്ലെ? നെതർലാൻഡ്, എന്നെ മൊറീഷ്യസ് വരെ വിളിച്ചിട്ടുണ്ട്. പക്ഷെ അവരൊക്കെ വിളിക്കുന്ന ഇപ്പോഴും അവരെ കോണ്ടാക്ട്സ് ഉണ്ട്. അപ്പൊ ആർക്കെങ്കിലും ഇങ്ങനത്തെ പ്രീമിയം വണ്ടികൾ വേണമെന്നുണ്ടെങ്കിൽ നേരെ ഇങ്ങോട്ട് പോരും അല്ലെ? 100% വിശ്വസ്തയോടുകൂടി കൊണ്ടുപോകാം അല്ലെ? ഓക്കെ, അപ്പൊ ബാക്കി നമുക്ക് സ്റ്റോക്ക് ഓരോന്നായി കാണാം. ഓക്കെ, ആദ്യം എന്താ നമുക്ക് ഈ മിനി കൂപ്പറിൽ തുടങ്ങാം. നല്ലൊരു ബ്ലാക്ക് വണ്ടി, അതിന്റെ മുകളിൽ റെഡ് ഫിനിഷ് ആയിട്ട് അല്ലെ? ബ്ലാക്ക് ബ്യൂട്ടി. എങ്ങനെ ഡീറ്റെയിൽ ഇത്? 2018 കൂപ്പർ S 3 ഡോർ. ഓക്കെ, 3 ഡോർ കൂപ്പർ S ആണ്. കൺവേർട്ടബിൾ അല്ല കേട്ടോ? കൺവേർട്ടബിൾ അല്ല. പിന്നെ ഓട്ടം വന്നിട്ട് 28,000 കിലോമീറ്റർ. S പെട്രോളേ ഉള്ളൂ. അപ്പോൾ പെട്രോൾ ഓട്ടോമാറ്റിക് വാഹനമാണ്. പിന്നെ കമ്പനി സർവീസ് ഒക്കെ പ്രോപ്പർ ആണോ? സർവീസ് ഒക്കെ കറക്റ്റാണ്. ഇത് എവിടെയാ? കേരള വണ്ടിയാ? ഇത് കർണാടക വണ്ടി. ഒരു കർണാടകത്തിലും കേരളത്തിലും ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ വണ്ടിയാ. ഓക്കെ, കർണാടക രജിസ്ട്രേഷൻ വാഹനമാണ്. മിനി കൂപ്പർ 2018 മോഡൽ, 28,000 കിലോമീറ്റർ. നിലവിൽ ഇങ്ങോട്ട് NOC എടുത്തില്ല. നമ്മൾ NOC എടുക്കൂല ഒരു വണ്ടിക്ക്. അതാ നല്ലത്, കാരണം ഇവിടെ ആർക്കും വേണമെങ്കിൽ എടുത്തു കൊടുക്കാം. ഇതിപ്പോ ബാംഗ്ലൂരൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ അവർക്ക് വേണമെങ്കിൽ കൊണ്ടുപോകാം. ഓക്കെ, അഡീഷണൽ എക്സോസ് ഉണ്ട്.
ചെയ്തിട്ടുണ്ട് അല്ലേ? JCW-ന്റെ JCW. ഓക്കെ. വേറെ ക്ലെയിം ഒന്നും ഇല്ലല്ലോ? ഒരു ക്ലെയിമും ഇല്ല. ഓക്കെ, നല്ല ടയർ ഭാഗമാണ്. ഈ ക്ലെയിം വണ്ടിയുടെ ക്വാളിറ്റി അൽത്താഫ് കാ അത് നിങ്ങൾക്ക് ഉറപ്പ് വരുന്നുണ്ട്. എവിടെ കൊണ്ടുപോയിട്ട് വേണമെങ്കിൽ ആരെ കൊണ്ടുവന്ന് വേണമെങ്കിൽ ചെക്ക് ചെയ്യിക്കാം അല്ലേ? ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു, നമ്മൾ വണ്ടി എടുക്കുമ്പോൾ നമ്മള് തേർഡ് പാർട്ടിനെ കണ്ടിട്ട് എടുക്കുക. എങ്ങനെ അവർക്ക് എടുക്കുന്നതിന് മുമ്പ് അവർക്ക് ഇതൊക്കെ നോക്കിയിട്ട് എടുക്കുക. അപ്പൊ നമ്മൾ തേർഡ് പാർട്ടിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ഇൻസ്പെക്ഷനും നമ്മൾ അഡ്വാൻസ്ഡ് ആയിട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ സെപ്പറേറ്റ് അവർക്ക് എവിടെ വേണമെങ്കിൽ കൊണ്ടുപോകാം. അപ്പൊ ഇത് 18 നമുക്ക് എത്ര കൊടുക്കാം? ഫൈനൽ പ്രൈസ് ആണ്. NOC പ്രൈസ്? NOC ഒന്നുമില്ല. NOC വേണമെങ്കിൽ എടുത്തു കൊടുക്കാം. അത് ഈ പ്രൈസിന് എടുത്തു കൊടുക്കാം. NOC എന്ന് പറഞ്ഞാൽ വെറും 5000 രൂപ ഉള്ളൂ. ഓക്കെ. അപ്പൊ എത്രയാ പറഞ്ഞോളൂ? 27,75,000 രൂപയ്ക്ക് 2018 കൂപ്പർ എസ് പെട്രോൾ വാഹനം. ഓക്കെ. അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ വിളിച്ചോ. ലോണ് എത്ര? ലോണൊക്കെ ITR ഡിപ്പെൻഡ്. അതിന്റെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പിന്നെ ഇങ്ങോട്ടേക്ക് മാറണമെങ്കിൽ മാറിയിട്ടേ കിട്ടും തോന്നുന്നു അല്ലേ? ഓക്കെ. അടുത്തത് ഒരു സെഡാൻ കാറ്റഗറിയാണ് വോൾവോന്റെ S90 അല്ലേ? ഓക്കെ. ഒരു അടിപൊളി സെഡാൻ ബ്ലാക്ക് ബ്യൂട്ടി തന്നെ. ഇതും എങ്ങനെയാ ഡീറ്റെയിൽ? ഇത് 2018 ഒറിജിനൽ കേരള വണ്ടി S90 ടോപ്പ് എൻഡ് മോഡല്. ഓക്കെ. ഇൻസ്ക്രിപ്ഷൻ എന്ന് പറയും. ഓക്കെ. അപ്പോൾ ഏറ്റവും ടോപ്പ് എൻഡ് വാഹനമാണ്. 18 മോഡൽ തന്നെയാണ്. സെയിം ഡീസൽ കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉള്ള ഹിസ്റ്ററി ഒക്കെ ഇപ്പോൾ മേജർ സർവീസ് ഒക്കെ കഴിഞ്ഞിട്ട് ഇവിടെ ഷോറൂമിൽ കയറ്റി വെച്ചു. ഓക്കെ. ഓട്ടോ എത്ര പോയി? ഓട്ടോ 1,17,000 ആണ്. 1.17 18 മോഡലാണ്. സിംഗിൾ ഓണർഷിപ്പാ? സെക്കൻഡ് ഓണർ ആയിട്ടുണ്ട്. ഒറിജിനൽ കേരള വോൾവോ S90 KL11 ആഗ്രഹിക്കില്ലേ, അവർക്ക് പറ്റിയ KL11 നല്ല ഫാൻസി നമ്പർ വണ്ടിയാ. KL11 രജിസ്ട്രേഷൻ തന്നെയാണ് വിത്ത് ഫാൻസി നമ്പർ. അപ്പൊ താല്പര്യം നോക്കാം. ഒരു ക്ലെയിം ഇല്ലല്ലോ അല്ലേ? ഒരു ക്ലെയിം ഉണ്ടോ വെച്ചാല് ഇതിപ്പോ നമ്മൾ കഴിഞ്ഞ ആഴ്ച ഒരു എക്സ്ചേഞ്ച് എടുത്ത വണ്ടിയാ. അപ്പൊ കസ്റ്റമർ നേരെ സർവീസ് ചെയ്തിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നതാ. ശരി. അപ്പൊ എവിടെ ഒരു ചെറിയൊരു ടച്ചപ്പ് എന്തോ ഉണ്ട്, മൈന്യൂട്ട് എന്തോ ഉണ്ട്. മൈന്യൂട്ട് എന്തോ ഉണ്ട്. അത് നമുക്ക് വെരിഫൈ ചെയ്തിട്ട് എടുക്കുന്നവരെടുത്താൽ മതി. അതിലൊന്നും ഒരു ഡൗട്ടും കൺഫ്യൂഷനും ഒന്നുമില്ല. എത്ര ചോദ്യം? ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 26,70,000 രൂപ ഇട്ടാൽ കൊടുക്കും. 26.25 ലക്ഷത്തിന് 2018 വോൾവോ S90 ഫുൾ ഓപ്ഷൻ ഡീസൽ വാഹനം നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഓക്കെ. ഈ വോൾവോ എന്നൊക്കെ പറയുമ്പോൾ സാധാരണ ഒരു എക്സ്പെൻസീവ് കാറാണ്. സർവീസ് കൊണ്ട് എല്ലാം കൊണ്ട് എക്സ്പെൻസീവ് ആണ്. വേൾഡിലെ ടോപ്പസ്റ്റ് വണ്ടിയാണ്. അതെ, അതത്രേ ഉള്ളൂ. ഇന്ത്യയിൽ ഇതിന് മാർക്കറ്റ് കുറവാണ്. വേൾഡിലെ ടോപ്പസ്റ്റ് വണ്ടി തന്നെയാണ്. പിന്നെ ഇതിന്റെ മൈലേജ് എങ്ങനെ കിട്ടും? മൈലേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പവർ കൂടുമ്പോ ഞാൻ എപ്പോഴും പറയില്ലേ, 10-12 കിട്ടുമോ? 10-12 അതിന്റെ മുകളിൽ കിട്ടും. 100%. അതാ ചോദിച്ചത്. അതിന്റെ മൈലേജ് വോൾവോന് കുറവില്ലല്ലോ. ഓക്കെ. അടുത്തത് SUV കുറച്ച് കൂടിയ തന്നെയാണ്. റേഞ്ച് റോവറിന്റെ ഇവോക്ക് ആണ്. എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2019 ഇവോക്ക് ആണ്. കേരള വണ്ടിയാ? ഒറിജിനൽ കേരള വണ്ടി. ഒറിജിനൽ കേരളയാണ്. ഇത് SE ഓപ്ഷൻ എന്ന് പറഞ്ഞ SE വേരിയന്റിൽ വരുന്ന വണ്ടിയാണ്. ഓക്കെ. ഒറിജിനൽ കേരള വണ്ടിയാണ്. സെക്കൻഡ് ഓണർ. കിലോമീറ്റർ 60,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. പ്രോപ്പർ സർവീസാ? കറക്റ്റ് സർവീസ് എല്ലാം. വോൾവോ എല്ലാ സർവീസ് കറക്റ്റ്. ഇവിടെ മീറ്റർ തിരിച്ച വണ്ടി നമ്മൾ കൊടുക്കൂല. അതൊക്കെ ഉറപ്പിക്കാം അല്ലേ? അത് ഉറപ്പിക്കലല്ല, 100% ഈ ഒരു കോംപ്രമൈസും ഇല്ല. ഇത് നമ്മളെ ഭക്ഷണമാണ്. ഈ വണ്ടി കച്ചവടം എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ജീവിതമാണ്. ഇതിലെനിക്ക് 100% ആത്മാർത്ഥമായി കച്ചവടം ചെയ്തില്ലെങ്കിൽ എന്തില്ല, കസ്റ്റമറെ ഞാൻ ആ പരിപാടി വണ്ടി കച്ചവടത്തിലില്ല. നിലനിൽക്കാൻ പറ്റൂല. 100% ഞാൻ എപ്പോഴും നിലനിൽക്കുന്നത് കുറച്ചെങ്കിലും സത്യം ഉണ്ട് എന്ന് തോന്നിയിട്ട് തന്നെയാണ് ഞാൻ ഈ ഫീൽഡിൽ നിൽക്കുന്നത്. ഓക്കെ. അപ്പോൾ മീറ്റർ ടാമറൊക്കെ കറക്റ്റ് മനസ്സിലാക്കാൻ പറ്റും. നല്ല ടെക്നീഷ്യന്മാരുണ്ടെങ്കിൽ. കാരണം ഞാൻ തന്നെ ഒരു വീഡിയോ ആയിട്ട് ടെക്നിക്കലി എനിക്ക് അറിഞ്ഞൂടാ. ഇതിൻ്റെ മുടികൾ സെറ്റ് ചെയ്യുന്ന ഒരിക്കലും തിരിച്ചാലും കറക്റ്റ് കിട്ടൂല എന്ന് പറയുന്നത് കേൾക്കാം. ഓക്കെ. അപ്പോൾ കറക്റ്റ് മനസ്സിലാക്കാൻ പറ്റും. പ്രീമിയം അറിയുന്നവർക്കെല്ലാം അറിയൂ. അതുകൊണ്ട് അറിയാത്തവനൊന്നും അറിയില്ല എന്ന് പറഞ്ഞാൽ അറിയുന്നവർക്കെല്ലാം ഇതിനെ പറ്റിയിട്ട് ഇപ്പൊ കംപ്ലീറ്റ് അപ്ഡേറ്റഡ് ആണ്. കമ്പ്യൂട്ടറാണ്, ഒന്നും ചെയ്യാൻ പറ്റില്ല. അതെ, അതാ പറഞ്ഞത്. ഓക്കെ. അപ്പൊ 19 മോഡല് 60,000 കിലോമീറ്റർ. സെക്കൻഡ് ഓണറിൽ ഒറിജിനൽ കേരള വണ്ടി ന്യൂ ഷേപ്പ് ആണ്. ഓക്കെ. എത്രയാ ചോദ്യം? ഇത് ചോദ്യം എന്ന് പറഞ്ഞാൽ 42 ലക്ഷം രൂപയാണ്. നെഗോഷ്യബിൾ, ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ നമുക്ക് കുറച്ച് കൊടുക്കാം. ഇത് അന്ന് ഇറങ്ങുമ്പോൾ എത്ര ഉണ്ട് ഏകദേശം? അത് ഇതിന്റെ വില എന്ന് പറഞ്ഞാൽ ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് ഒന്നാമത് UK ബേസ് ചെയ്ത വണ്ടി ആയതുകൊണ്ട് ഡോളർ അനുസരിച്ച് ചിലപ്പോൾ ഒരു മീന് വില ഓട്ടോമാറ്റിക് കുറയും. അങ്ങനെയൊക്കെ ഉണ്ടാവും. എന്നാലും 1 കോടി രൂപന്റെ അടുത്തുണ്ട്. അന്നൊരു കോടി ഉണ്ടോ? അന്നില്ല, അത് 85ന്റെ മുകളിലുണ്ട്. ഇപ്പൊ ഉണ്ടാവും ഏകദേശം അത്രയും. ഓക്കെ. അപ്പൊ താല്പര്യമുണ്ടെ വിളിച്ചോ. വെലാർ ഒരു സ്റ്റൈലിഷ് SUV ആണ് അല്ലേ? ഓക്കെ. കേരള വണ്ടി ആഗ്രഹിക്കുന്നവർക്ക്. അതെ. ഈ പറഞ്ഞ വെലാർ ആയാലും നേരത്തെ പറഞ്ഞ വോൾവോ ആയാലും ഇതിനൊക്കെ ലോൺ സൗകര്യം
കിട്ടുവേ. ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റൂലക്ക? 100% ചെയ്ത് കൊടുക്കാമല്ലോ. ഓക്കെ, ഇവിടെ ലോൺ ഫെസിലിറ്റി നിങ്ങളെ ഇതിലിപ്പോ നമ്മള് കഴിഞ്ഞ മാസത്തിലൊരു ഇത് ലാൻഡ് ക്രൂയിസർ കച്ചവടം പറഞ്ഞില്ലേ, 1,10,00,000 റുപ്യാണ് കസ്റ്റമറിന് ലോണ് കിട്ടിയതാ. ഓക്കെ, അപ്പൊ ലോൺ കിട്ടും. കഴിഞ്ഞ വീഡിയോ ചെയ്തിരുന്നല്ലോ. നമ്മള് വെറുതെ ഈ തള്ളരുന്ന പരിപാടിയില്ല. പറയുന്നത് ചെയ്യും, ചെയ്യുന്നതേ പ്രവർത്തിക്കുള്ളൂ. ആയിക്കോട്ടെ. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. അടുത്തത് ഒരു സെഡാൻ കാറ്റഗറിയാണ്, ഓഡി A4. എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2012 ഓഡി A4 S-Line ആണ്. S-Line ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്, 12. ഈ വണ്ടിന്റെ ഹിസ്റ്ററി എന്താ വെച്ചാൽ, ഈ വണ്ടി ഞാൻ 4-5 വർഷം മുമ്പ് എന്റെ സുഹൃത്ത് ആ ഒരു ഡോക്ടർക്ക് കൊടുത്തതാ. അതിന്റെ മുമ്പ് ഇതൊരു ഡോക്ടർ തന്നെയായിരുന്നു. തൃശ്ശൂരിലൊരു ഫേമസ് ആയ ഡോക്ടറായിരുന്നു ഫസ്റ്റ് ഓണർ. സെക്കൻഡ് തൃശ്ശൂരിലൊരു ഫേമസ് ആയ ഒരു ഡോക്ടറെ വണ്ടിയാണ്. ഒറിജിനൽ കേരള ആണോ ചൈനന്ന് ചെറിയ ടെസ്റ്റ് ചെയ്ത് ഒറിജിനൽ കേരള ഷോറൂം ഡെലിവറി വണ്ടിയാണ്. പക്ഷെ അവര് PY പോയിട്ട് രജിസ്റ്റർ ചെയ്ത്, പിന്നെ ഒരു PYന്റെ വിഷയം വന്നപ്പോ ഇവരെന്ത് ചെയ്ത് നേരെ കേരളത്തിലോട്ട് രജിസ്ട്രേഷൻ ചെയ്ത്. അതല്ലാതെ എന്തായാലും റീറിയനാണ്. പക്ഷെ വണ്ടി 14,000 കിലോമീറ്റർ ഉണ്ടാകുമ്പോ ഞാൻ എന്റെ ഡോക്ടർക്ക് വാങ്ങിച്ചു കൊടുത്തത്. അത് ജെന്യൂൻ കിലോമീറ്റർ, 90,000 കിലോമീറ്റർ. ഒരു ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഫാൻസി നമ്പറാണ്. സത്യം പറഞ്ഞാൽ ഡെയിലി യൂസിന് പറ്റിയ വാഹനം. നല്ല വിശ്വസിച്ചിട്ട് മൈലേജ് അത്ര ഓടിക്ക് അത്ര ലോങ്ങിലുള്ള സിറ്റിയിൽ ഇത് മൈലേജ് കുറവാണ്. സിറ്റിയിൽ 15 കിട്ടുമോ? 15 പ്രയാസമാണ്. 10-12 ഒക്കെ കിട്ടും. 12 കിട്ടുള്ളൂ. ഓക്കെ, ലോങ്ങിലൊക്കെ 18 ഒക്കെ കിട്ടും. ഓക്കെ, അപ്പോൾ A4 ആണ് ഡെയിലി യൂസിന് പറ്റിയ കമ്പാരിറ്റീവ്ലി മെയിൻ്റനൻസ് കുറഞ്ഞൊരു വണ്ടി. S-Line അന്നത്തെ ടോപ്പ് എൻഡ്. അന്നിന് 48 ലക്ഷം രൂപന്റെ മുകളിലുണ്ട് കേരള വണ്ടിക്ക് അല്ലേ? ക്ലെയിം എന്തെങ്കിലും ഉണ്ടോ? ഒരു ക്ലെയിമും ഇല്ല. ഓക്കെ, ഒരു റീപ്ലേസ്മെന്റും ഇല്ല. എത്ര ചോദ്യം? ചോദ്യം ഒറ്റ വില 7 ലക്ഷം രൂപ. 7,50,000 രൂപയ്ക്ക് 12,90,000 കിലോമീറ്റർ ഓടിയ ഫുൾ ഓപ്ഷൻ ഓഡി A4 വാഹനം. ഇനി വില കൂടുതലാന്ന് ചോദിക്കുന്നവർക്ക് 2012 ഡൽഹി കൊടുക്കണം 4-5 രൂപ. അങ്ങോട്ട് റീയാക്കണേ എത്ര ആവും? അതെ, അത്രേ ഉള്ളൂ. റീയാക്കണമെങ്കിൽ 2-2.5 ലക്ഷം. 2.5 ലക്ഷം പോയി വരുന്ന ചെലവോ എല്ലാം കൂടിയാവും. ഇപ്പൊ കേരള വണ്ടി ഇതാ പൈസ കൂടുതലുണ്ട്. നല്ലൊരു വണ്ടി കേട്ടോ, വിശ്വസിച്ചെടുക്കാൻ പറ്റിയ നല്ലൊരു വണ്ടി. 100%. വീണ്ടും പ്രീമിയം സെഗ്മെന്റ് SUV ആണ്. റേഞ്ച് റോവറിന്റെ ഇവോക്ക് തന്നെ പഴയ ഷേപ്പാണിത്. ഇത് കേരള 2018 ഓൾഡ് ഷേപ്പാണ്. ഓൾഡ് ഷേപ്പ്. ഓക്കെ, കിലോമീറ്റർ 1 ലക്ഷം ഓടിയുണ്ട്. 1 ലക്ഷം. കേരള വണ്ടിയാ? അല്ല, PY. ഓക്കെ, പോണ്ടിച്ചേരി രജിസ്ട്രേഷനിൽ കിടക്കുന്ന വാഹനമാണ്. ഇവിടെ മാഹിയിലൊക്കെ ഉള്ളവർക്ക് നെയിം ട്രാൻസ്ഫർ ചെയ്ത് ഉപയോഗിക്കാം. PY എവിടെയും നെയിം ട്രാൻസ്ഫർ ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. സിംഗിൾ ഓണർ വണ്ടിയാ. ഓക്കെ, സിംഗിൾ ഓണർ തന്നെ കിടക്കുന്ന 90 ഓടിയ വണ്ടി. 90 ഓടി. നല്ല വണ്ടിയാ, നല്ല മെയിൻറ്റൈൻഡ് അടിപൊളി വണ്ടിയാ. അത് ഒരു ക്ലെയിമും ഇല്ല അല്ലേ? ഒരു ക്ലെയിമും ഇല്ല. ഓക്കെ, നല്ല ടയർ ഭാഗമുണ്ട്. ടയർ മെക്കാനിക്കലൊക്കെ ഫുൾ ടൈറ്റ് ആണ്. പറയുന്ന വണ്ടിക്കെല്ലാം ഓൾമോസ്റ്റ് നല്ല ടയർ ഭാഗമുണ്ട്. ഇതിന്റെയൊക്കെ ടയേഴ്സ് ശരിക്കും നോക്കണം. എടുത്തു കഴിഞ്ഞാൽ അത്രയും 4 ടയറൊക്കെ മാറണമെങ്കിൽ നല്ലൊരു എമൗണ്ട് മാറും. ഇതിനൊക്കെ വേറെ തകരാറ് എന്താ അറിയോ? നമ്മള് എപ്പോഴും വലിയ വണ്ടി ഉപയോഗിക്കുന്നവര് പുതിയ ടയർ മാക്സിമം 20,000-25,000 ആകുമ്പോൾ ടയർ മാറ്റിക്കണം. അല്ലെങ്കിൽ എന്ത് വരും പറഞ്ഞാൽ അടി സസ്പെൻഷന് വരും. ബാക്കിൽ പിന്നെ അത്ര വലിയ പ്രശ്നമില്ല, എന്നാലും പ്രശ്നമാണ്. ഇനി ടയർ ഒരു ഘടകമാണ്. ഇനി ആരും ഇനി എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല. ടയർ നല്ലതല്ലെങ്കിൽ വണ്ടിക്ക് സസ്പെൻഷൻ പണി വരും. കാരണം ടയറിന്റെ അടികൊണ്ട് ഓരോ ബോൾ ജോയിന്റും നെട്ടും സസ്പെൻഷന്റെ ബുഷൊക്കെ ഇരുന്നു പോകും. ഇതൊക്കെ നമ്മളെ പ്രേക്ഷകർക്ക് ഇതിന്റെ പ്രേക്ഷകർക്കൊക്കെ അറിയാൻ വേണ്ടിട്ട് നമ്മൾ ചെറിയൊരു അറിവ് പറഞ്ഞു കൊടുക്കാന്നുള്ളൂ. തീർച്ചയായും. ഓക്കെ, അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കാം. നിങ്ങൾ ഈ യൂസ്ഡ് വണ്ടി എടുത്താൽ പോലും ശ്രദ്ധിക്കാം അല്ലെ? 100%. അലൈൻമെന്റ് കമ്പനി 3,500 പറയാന്ന് വിചാരിക്കുക. അതിന്റെ ഇടയ്ക്ക് നമ്മളെ ഇഷ്ടത്തിനൊന്ന് ചെയ്താണ്. അങ്ങനെ എനിക്ക് അനുഭവത്തിലുണ്ട്. ഞാൻ 40 എന്ന് പറഞ്ഞ ടയർ 55,000 ഒക്കെ അങ്ങനെ അലൈൻമെന്റ് ചെയ്തിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നോക്കുക, 18 മോഡലാണ്, ഓൾഡ് ഷേപ്പ്, 90 ഓടിയിട്ടുണ്ട്. എത്രയാ ചോദ്യം? 90 അല്ല, സോറി, 1 ലക്ഷം. 1 ലക്ഷം അല്ലേ? സോറി. ചോദ്യം എത്രയാണ്? ചോദ്യം എന്ന് പറഞ്ഞാൽ ഒറ്റ വില ആണിത്. 25 ലക്ഷം രൂപ. 25 lakhs. പോണ്ടിച്ചേരി രജിസ്ട്രേഷനിൽ കിടക്കുന്ന വാഹനമാണ്. നെയിം ട്രാൻസ്ഫർ റേറ്റ് ഉപയോഗിക്കാൻ പറ്റും. 25 ലക്ഷം ഫൈനൽ. ഓക്കെ, അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ എന്തായാലും വിളിച്ചോളൂ. അടുത്ത വണ്ടിയിലേക്ക്. അടുത്തൊരു KL11 വാഹനം, അതും വോൾവോ ആണ് അല്ലേ? വോൾവോ XC60 അല്ലേ? 2020 സിംഗിൾ ഓണർ, 63,000 കിലോമീറ്റർ ഓടിയ. 20 സിംഗിൾ ഓണർ, 63,000 ഒറിജിനൽ കേരള വണ്ടി, KL11 രജിസ്ട്രേഷൻ, സിംഗിൾ ഓണർഷിപ്പ്. 4 ഡിജിറ്റൽ ഫാൻസി നമ്പർ.
ഓ ഫാൻസി നമ്പറും ആണ് അല്ലേ? ഓക്കെ, എല്ലാം കൊണ്ടും ഓക്കെ. ആ എല്ലാം കൊണ്ടും ഓക്കെ ആണ്. ഒരു ക്ലെയിമില്ലല്ലോ? ക്ലെയിം ഈ ഹെഡ്ലൈറ്റ് 2021 20 മോഡലാണ്, 21 മാറിയിട്ട് അല്ലേ? ഹെഡ്ലൈറ്റ് മാത്രം ലെഫ്റ്റ് സൈഡ്. അത് അവര് ഫസ്റ്റ് ആള് യൂസ് ചെയ്യുന്ന സമയത്ത് സംതിങ് ചെറിയൊരു ആക്സിഡന്റ് എന്ന് പറഞ്ഞുകൂടാ. ഓക്കെ, XC60 ആണ്, അതായത് SUV സെഗ്മെന്റ് ആണ് അല്ലേ? ഓക്കെ, അപ്പോൾ എന്താ പറയുക, വോൾവോ ശരിക്കും ഈ ഡ്രൈവിംഗ് ചെയ്യുന്നതിൽ SUV-ന്റെ കാര്യത്തിൽ എടുത്ത് നോക്കുക. ഇപ്പോൾ ഇവിടെ തന്നെ 2 ഇതുണ്ട്, ഇവോക്ക് ഉണ്ട്. ഏതാ കൂടുതലൊരു സുഖം തോന്നുന്നത് ഡ്രൈവിംഗിൽ? ഓരോന്നിനും ഓരോ പ്ലസ് ആയിരിക്കും. വോൾവോ എന്ന് പറഞ്ഞാൽ പവർഫുൾ വണ്ടിയാണ്. ഓക്കെ, പവറാണ്, നല്ല പവറാണ്. പക്ഷെ മെയിൻറ്റെയിൻ ഇവിടെ റീസെയിൽ വാല്യൂ ആണ് എല്ലാത്തിനും ഒരു പ്രശ്നം. ഫൈനൽ റേറ്റ് എത്രയുണ്ട്? ഫൈനൽ 41.5 ലക്ഷം രൂപ. 41,50,000 രൂപയ്ക്ക് 2020 വോൾവോ XC60 നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഓക്കെ, ഇതേ സ്ഥാനത്ത് GLC ആണെങ്കിൽ 55 ലക്ഷം രൂപ കൊടുക്കണം. ഇവിടെ റീസെയിൽ വാല്യൂ വോൾവോന് കുറവാണ്. വോൾവോന് കുറച്ച് കുറവാണ്. ആ റീസെയിൽ വാല്യൂ ടോപ്പ് റീസെയിൽ വാല്യൂ ആണ് ഇത്. ഓക്കെ, അപ്പോൾ താല്പര്യമുണ്ടെ വിളിച്ചോളൂ. KL11 വണ്ടിയാണ്. അടുത്ത വണ്ടിയിലേക്ക് നമ്മുടെ ഇന്നത്തെ അവസാനത്തെ വാഹനമാണ് അടുത്തത്. BMW 530D അല്ലേ? എം സ്പോർട്ട് ആണ്. ഓക്കെ, 530D ഡീസൽ വാഹനമാണ്. എം സ്പോർട്ട് ആണ്. ഏതാ മോഡൽ? 2020 കേരള KL7 ഒറിജിനൽ കേരള വണ്ടി. ഓക്കെ, ഇതിപ്പോ ജസ്റ്റ് ഒന്ന് പോളിഷ് ചെയ്യാനുണ്ടല്ലേ? വണ്ടി പോളിഷ് ചെയ്യാനുള്ളൂ. ഇപ്പൊ പീരിയഡിക്കൽ സർവീസ് ഒക്കെ കഴിഞ്ഞാണ് 4 പുതിയ ടയർ, ഇൻഷുറൻസ് ഒക്കെ റിന്യൂവൽ ചെയ്താ. ഒന്നും ചെയ്യാൻ ക്ലീൻ വണ്ടി എടുക്കുന്നവർക്ക് ഒന്നും ചെയ്യാനില്ല. ഇനി അടുത്തൊരു 15,000 പോളിഷും ചെയ്യണ്ട, വേണമെങ്കിൽ ഫുൾ ടാങ്ക് ഡീസലും അടിച്ചു കൊടുക്കാം. ഓക്കെ, അപ്പോ വേറെ ക്ലെയിമും കാര്യമൊന്നുമില്ല, പക്ക സർവീസ് ആണ്. എത്ര ഓട്ടം പറഞ്ഞേ? 65,000 കിലോമീറ്റർ അല്ലേ? 2020 അല്ലേ? 20 മോഡൽ ഒറിജിനൽ കേരള KL7 നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി, ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു 0 ക്ലൈം. ഓക്കെ, 530D അന്ന് ഇറങ്ങുമ്പോൾ ഏകദേശം എത്ര ഉണ്ട്? അതിപ്പോ 1 കോടി രൂപന്റെ മുകളിലുണ്ട്. അന്നുണ്ടോ 1 കോടി? 58-90 മുകളിൽ. ഇപ്പൊ അത് മാറി, 1 കോടിന്റെ മേലെ പോയി. ഷേപ്പ് മാറി. ഇല്ല, 1 കോടിന്റെ മേലെ എത്തിയില്ലല്ലോ 530. ഓക്കെ, അപ്പോ എത്ര ഇനിയിപ്പോ ചോദിക്കുന്നത്? ഒറ്റ വില പറഞ്ഞോളി. 50 ലക്ഷമാണ് ഒറിജിനൽ കേരള 2020 530D. ഓക്കെ, എം സ്പോർട്ട് ആണ്. പിന്നെ ഇതിലൊക്കെ ലോൺ എത്ര ചാൻസ് ഉണ്ട്? ITR ഉണ്ടെങ്കിൽ 45-ന്റെ 46-45 ഒക്കെ ലോൺ മാക്സിമം കയറും അല്ലേ? ചെറിയ ഡൗൺ പേയ്മെന്റ്, ഒരു 4-5 ലക്ഷം കണ്ടാൽ നിങ്ങൾക്ക് ഇറങ്ങാൻ പറ്റിയ വാഹനങ്ങളാണ് ഇതൊക്കെ തന്നെ. ഓക്കെ, അപ്പോൾ ബാക്കി നമ്മളിപ്പോൾ തൽക്കാലം നിർത്തുകയാണ്. ഇനിയും കുറച്ച് സ്റ്റോക്ക് ഉണ്ട് ഇവിടെ. ഒരു ജാഗ്വർ ഉണ്ട്, അതേപോലെ സിമ്പിൾ പറയാന് റഫ് റോഡിന്റെ രാജാവ്. അതെ, തീർച്ചയായും 530. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ നിർത്തുകയാണ്. ALF കാസിന്റെ കോൺടാക്ട് നമ്പർ ഇതാ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും ഉണ്ടാവും. കോഴിക്കോട് മൂഴിക്കലാണ് ലൊക്കേഷൻ വരുന്നത്. റോഡ് സൈഡ് തന്നെയാണ് ഷോറൂമിന്റെ കറക്റ്റ് ലൊക്കേഷൻ. ഓക്കെ, സഹകരിക്കുക. അതെ, അത്രേ ഉള്ളൂ. വേറെ ഇപ്പൊ ഏതൊക്കെ വരാനുള്ള ഇനി വണ്ടികൾ? ഇനിയിപ്പോ നമ്മളിപ്പോ ഒരു വെൽഫെയർ ഞാൻ പറഞ്ഞു കൊടുത്ത് നിങ്ങളോട് വീഡിയോ ചെയ്യാൻ പറഞ്ഞിരുന്നു, കൊടുത്തു പോയി. വെൽഫെയർ ഇപ്പൊ സംസാരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾക്ക് കിട്ടിയ ഈ റോഡുകളിലും പിന്നെ ആളുകൾ വരുന്നുണ്ട്. നമ്മൾക്ക് ആദ്യം ഇവിടെ തുറക്കുന്ന സമയത്ത് ഒരു ചെറിയൊരു ശങ്ക ഉണ്ടായിരുന്നു, വാക്കിംഗ് കസ്റ്റമർ വരുമോന്ന്. പക്ഷെ ദൈവാനുഗ്രഹം കൊണ്ട് വാക്കിംഗ് കസ്റ്റമർ ഉണ്ട്. പിന്നെ നമ്മൾ ഈ എക്സ്പീരിയൻസ് കാരണം നല്ല കസ്റ്റമർ, പഴയ പോയ കസ്റ്റമറൊക്കെ വരുന്നുണ്ട്. കാരണം അവർക്ക് വന്ന് വണ്ടി നോക്കാനും ഒന്നും ഇവിടെ അങ്ങനത്തെ ഒരു അന്തരീക്ഷമാണ്. ഓക്കെ, അപ്പൊ എന്തായാലും നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. തുടർന്നും എല്ലാവരും നിങ്ങളെ ഫോളോ അപ്പ് ചെയ്യുന്ന പോലെ തന്നെ ALF-നും ഫോളോ അപ്പ് ചെയ്യുക, ALF-നെ ഫോളോ ചെയ്ത് എല്ലാവരും ഹെൽപ്പ് ചെയ്യുക. അപ്പൊ എല്ലാവർക്കും നന്ദി, താങ്ക് യു. അടുത്തൊരു വീഡിയോ കാണാം. ബൈ.